ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബാൽക്കണി മേക്ക് ഓവറായിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഇപ്പോൾ ഒരു ടേബിളും ചെയറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആയത് കാരണം നമുക്ക് കർട്ടനൊക്കെ അത്യാവശ്യമായത് കാരണം കർട്ടനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വാളും ഫ്ലോറൊക്കെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊന്ന് ക്ലോസ് ചെയ്തിട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ബോക്സ് കോർണറിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു ലവ് ബേർഡ്സിൻ്റെ സെറ്റ് നമ്മളിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റാൻഡ് ചെറിയൊരു വുഡ് പീസ് വെച്ചിട്ട് അതും ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ മേലായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ ഫ്ലോറിലൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സും പിന്നെ ഈ ഒരു ലവ് ബേർഡ്സ് നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെയ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്ട്രിങ് ലൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു വ്യൂവും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സും ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു ബാൽക്കണി. അപ്പോൾ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ ഒരു നല്ല സ്പോട്ടാണിത്. ഇനി നമ്മളിതിലേക്കൊരു DIYയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കുക്കിംഗ് പാനാണ്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്തെങ്കിലും DIY ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് വൈറ്റ് ബേസ് കോട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പാർട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാണ്. അപ്പോൾ അത് അത്യാവശ്യം മിഡിൽ പാർട്ടിൽ നിന്നും കുറച്ച് താഴോട്ടായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ബോട്ടം പാർട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു കളറാണ്. വൈറ്റും പിങ്ക് പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണത്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡും കൂടിയിട്ടാണിത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ബോട്ടം പാർട്ടൊന്ന് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളറൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മിഡിൽ പോർഷനൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഷെയ്ഡ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബ്ലൂ പോർഷനിൽ ഒരു റൈറ്റിങ്സും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ഫ്ലോറൽ ഡിസൈനും പിന്നെ കുറച്ച് ലീവ്സിൻ്റെ ഇമേജും കൂടെ ചെയ്തെടുത്തിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇതോടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബാൽക്കണിയിലും കൂടെ ഒന്ന് ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാൽക്കണി മേക്ക് ഓവറും പിന്നെ ഈ ഒരു പാൻ റീയൂസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്